വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 12-ാം തീയതി നവംബർ മാസം 2025 രാവിലെ 7:57 ആയിട്ടുണ്ട്. നമ്മൾ ഓൺലി പോയിൻ്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇന്നലെ ഓപ്ഷൻ ബയറിൻ്റെ ലോട്ടറി എക്സ്പയറി എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. ധമാക്ക ആയിരുന്നു ഇന്നലെ. രാവിലെ ഒരു പീക്കിയിൽ നല്ലൊരു പ്രോഫിറ്റ്, നല്ലൊരു പോയിൻറ്റ്സ് എടുക്കാൻ പറ്റി. അത് ഗ്രൂപ്പിൽ ഇട്ടിരുന്നു, ടെലഗ്രാം ചാനലിൽ ഇട്ടിരുന്നു. ഈ റിവേഴ്സലും ലൈവ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് റിവേഴ്സൽ നമ്മൾ കൊടുത്തിരുന്നു. സോ അതിനകത്ത് എനിക്ക് വർക്കിൻ്റെ ബേസ് ചെയ്ത് നിന്നുകൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 17 രൂപയ്ക്ക് CE കയറിയിട്ട് റിവേഴ്സലിൽ 41 രൂപയ്ക്ക് ഞാൻ ഇറങ്ങി. പക്ഷേ അത് 94 രൂപ വരയ്ക്കും പോയി. 3:20 ആയപ്പം 94 നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എത്ര ടൈംസാണ് അത് ഗ്രോ ആയത് എന്നുള്ളത് നോക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ലോട്ട് നിങ്ങൾ വാങ്ങിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്ക് 1575 രൂപയാണ്. ഒരു ലോട്ട് 17 രൂപയുടെ ഒരു ലോട്ട് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ വരത്തുള്ളൂ. അത് ഈ 94 രൂപ കൊടുത്താൽ എത്ര ടൈംസാണ് ഇന്നലെ കിട്ടിയത് CEയിൽ എക്സ്പയറി ഡേറ്റിൽ എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമ്മൾ പറ്റുന്ന ദിവസങ്ങളെല്ലാം ടെലഗ്രാം ചാനൽ ലൈവ് ഒബ്സർവേഷൻ കൊടുക്കാറുണ്ട്. കാരണം ആ ലൈവ് റിവേഴ്സൽ എക്സാക്ട്ലി നമ്മൾ സ്ക്രീൻഷോട്ടോട് കൂടിയാണ് ടെലഗ്രാം ചാനൽ ഡിസ്കസ് ചെയ്തത്. കാര്യത്തിൽ എല്ലാം സ്റ്റഡി പർപ്പസിനാണ്. അത് വെച്ച് എടുക്കുന്ന ആൾക്കാർ നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു അദ്ദേഹം എടുത്ത് റെഗുലറായിട്ട് അവരുടെ പുള്ളി ബുക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പുള്ളി. സോ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഇൻഡിക്കേറ്ററും നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം വിശ്വസീയമാണ്. എല്ലാം കണക്ക് കാൽക്കുലേഷനെ കറക്റ്റായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രി എക്സിറ്റും നിങ്ങൾക്ക് തന്നെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ 152 രൂപയാണ്. ഇന്നത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒക്ടോബർ മാസം 30-ാം തീയതി മുതൽ വിറ്റ ആൾക്കാർ ഇനിയുണ്ട് വിറ്റ ആൾക്കാരുണ്ട്. അതായത് കോൾ സെല്ല് ചെയ്ത ആൾക്കാർ ഓപ്ഷനിൽ ആൻഡ് ഡെറിവേറ്റീവ്സിൽ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഡെറിവേറ്റീവ്സിൽ കോൾ സെല്ല് ചെയ്ത 30-ാം തീയതി മുതൽ ഈ മന്ത്ലി കോൺട്രാക്റ്റ് ബിഗ് മണിയാണ് അവർ ചെയ്ത് കാണും. അപ്പോൾ ഇതിനിപ്പോൾ മാനേജ് ചെയ്യണം അല്ലേ. ഇതിനകത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയാൽ മാത്രമേ ലോസ് ഇല്ലാതെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് എല്ലാവരും പറയും, എല്ലാ യൂട്യൂബിലും പറയും വി ഷേപ്പ് റിക്കവറി എന്ന്. അത് എപ്പോഴാണ് വരുന്നതെന്ന് മുൻകൂട്ടി പറയില്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ലൈവിൽ ഇന്നലെ ഈ റിവേഴ്സൽ നമ്മൾ കൊടുത്തിരുന്നു. ഓക്കെ, സോ ഇതാണ് ലെവൽ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാൾ ഉണ്ടല്ലോ, അതായത് ഈ ഫാൾ എന്തെങ്കിലും മുകളിൽ നിന്ന് ഈ സെല്ല് ചെയ്ത ആൾക്കാർ കണ്ടോ, ഇവിടെയൊക്കെ നമ്മുടെ ആ ലെവൽ കണ്ടോ 25,945 അവിടെയൊക്കെ ഒരു നല്ല ബാലൻസ് ചെയ്തിട്ടാണ് താഴോട്ടുള്ള ഒരു മൂവ് അവർ തന്നത്. ഈ ഡേ കണ്ടോ, ഈ ഡേ 31-ാം തീയതി 30-ാം തീയതി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് തന്നെ ഫില്ല് ചെയ്യുമോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിഞ്ഞോളാം. പക്ഷേ നമുക്ക് ഒരു കാര്യം നമുക്ക് ക്ലാരിറ്റി ആയിട്ട് അറിയാം, എവിടെ ഓപ്പൺ ആയാലും, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാലും, ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയാലും, ഇൻസൈഡ് മാർക്കറ്റ് ഓപ്പൺ ആയാലും, അതായത് പ്രീവിയസ് ഡേക്ക് അകത്തെ റേഞ്ചിന് ഓപ്പൺ ചെയ്യുന്നതാണ് ഇൻസൈഡ് ഓപ്പണിങ്. സോ എവിടെ ഓപ്പൺ ആണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ അവിടെ വർക്ക് ചെയ്യും. 152 എന്ന് പറയുന്ന പോയിൻ്റ് ഓഫ് കൺട്രോളിൽ നിന്ന്. സോ നമുക്ക് അതാണ് നമ്മുടെ പവർ ഓഫ് അനാലിസിസ്. കാര്യത്തിൽ നിറച്ച ആൾക്കാർക്ക് പേടി കാണും, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയാൽ റിവേഴ്സൽ ആവുമോ, ഓപ്പൺ ആയതിനു ശേഷം പ്രോഫിറ്റ് ബുക്കായി വീണ്ടും തിരിച്ച് പ്രീവിയസ് ഡേ ക്ലോസ് ടെസ്റ്റ് ചെയ്യുമോ, അല്ല അവിടെ നിന്ന് നേരെ വീണ്ടും മുകളിലോട്ട് തന്നെ വൺ സൈഡ് മാർക്കറ്റായിട്ട് മുകളിലോട്ട് പോവുമോ, നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ. ഇങ്ങനത്തെ ലൈവിൽ നിറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സൊല്യൂഷനാണ് ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ. സോ ഇതിനി കുറച്ച് നമുക്ക് ലൈക്സും സബ്സ്ക്രിപ്ഷനൊക്കെ കുറവാണ്. നമ്മളെ 706 പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇതുവരയ്ക്കും. നമ്മളിനി പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയുന്നത് നിർത്താൻ പോവുകയാണ്. കാര്യത്തിൽ നമുക്ക് ലൈക്സോ കമൻറ്റോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ഇടുന്നത് എന്താ പറയുക, എല്ലാവർക്കും യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് ജോലി തിരക്കുവാണെങ്കിലും ഇതൊക്കെ അനലൈസ് ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇത് നിറച്ച് ആൾക്കാർ കാശ് കൊടുത്ത് വിൽക്കുന്നുണ്ട്. അവർ ആപ്പ് റെഡിയാക്കിയിട്ട് ആപ്പിൽ പ്രൈസ് ആക്ഷൻ നോക്കൂ, പിന്നെ ഇത് നോക്കൂ, അത് നോക്കൂ, ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കൂ, ചാർട്ട് പാറ്റേൺ നോക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അവർ ബേസിക്സ് തന്നെ വീണ്ടും ആ ആപ്പിൽ കൊടുത്തിട്ട് ഒരു 2000 രൂപ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങൾക്ക് ഒരു കോൾ തരാം, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിൽക്കുന്നത്. നമ്മളതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ
വീഡിയോ ഇടാൻ ഇനി ആഴ്ചയിൽ ഒരു വീഡിയോ 2 വീഡിയോ ആയിട്ട് ചുരുക്കാനുള്ള പ്ലാനിലാണ്. പോയിൻ്റ് ഓഫ് കൺട്രോൾ പറയത്തില്ല. അത് ടെലഗ്രാം ചാനലിലുള്ളവർക്ക് നമുക്ക് അതിനകത്തൊരു 100 പേരേ ഉള്ളൂ ടെലഗ്രാം ചാനലിൽ. അപ്പം ആ 100 പേരിൽ ഒരു 4-5 പേര് റെഗുലറായിട്ട് എടുക്കുന്നുമുണ്ട്. നമുക്ക് അവർക്ക് മാത്രം ഇൻഡിവിജ്വലായിട്ട് അയച്ചു കൊടുത്താലും മതി. കാര്യത്തിൽ റെസ്പോൺസ് കുറവാണെങ്കിൽ നമ്മൾ ഇതിനായിട്ട് മെനക്കെട്ടിട്ട് കാര്യമില്ലല്ലോ. സോ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.